സോക്കർ കോച്ച് പ്രസാദിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ടെക്നിക്സായ ടോ ടാപ്സ് ആണ്. ഇത് ബിഗിനർ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ബേസിക് ടെക്നിക്കാണ് ടോ ടാപ്സ്. ടോ ടാപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം റെഡി പൊസിഷനിൽ നിൽക്കുക, കാലുകൾ മടക്കി ടോസിൽ നിൽക്കുക, സ്ട്രെയിറ്റായി നിൽക്കുക, ശകലം ബെൻഡ് ചെയ്യുക, കാല് ബോളിൻ്റെ മുകളിൽ വയ്ക്കുക, ലെഫ്റ്റ് ലെഗ് വെക്കുക, അടുത്തത് ചേഞ്ച് ചെയ്ത് റൈറ്റ് ലെഗ് വയ്ക്കുക, അടുത്തത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ മെല്ലെ മെല്ലെ വയ്ക്കുക. ബാലൻസ് ആയ ശേഷം കുറച്ച് ജമ്പ് ചെയ്തുകൊണ്ട് റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന രീതിയിൽ ജമ്പ് ചെയ്യുക. കൂടുതൽ സമയം ബോളിലേക്ക് നോക്കാതെ സ്ട്രെയിറ്റ് നോക്കാൻ ശ്രമിക്കുക. ബോൾ മൂവ് ചെയ്യാതെ നോക്കുക. ഇങ്ങനെ കുറച്ച് സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. തുടർച്ചയായി ലെഫ്റ്റ് റൈറ്റ് ലെഗ് കാലുകൾ മാറ്റി മാറ്റി ബോൾ സോഫ്റ്റായി ടച്ച് ചെയ്യുക. ബാലൻസ് കിട്ടിയ ശേഷം തുടർച്ചയായ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക. 10 സെക്കൻഡ് തുടർച്ചയായി ചെയ്യുക. അത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും അത് 3 തവണയായിട്ട് ചെയ്യുക. സാധാരണ ചെയ്യുന്ന തെറ്റുകൾ എന്തെല്ലാം നോക്കാം. സ്റ്റഡിയായി നിൽക്കുക, ബോളിൻ്റെ മുകളിൽ ശക്തിയായി ചവിട്ടുക, ബോൾ നമ്മുടെ കാലുകളിൽ നിന്ന് അകന്നു പോവുക, ബാലൻസ് തെറ്റുക. ആയതുകൊണ്ട് കുട്ടികൾ പരിശീലിപ്പിക്കുമ്പോൾ തെറ്റ് വരുത്താതെ ക്ലിയറാക്കി കൊടുക്കുക. ഇനി എങ്ങനെ ടോ ടാപ്സ് കറക്റ്റായി ചെയ്ത് നോക്കാം. മുട്ടുകൾ മടക്കി റെഡി പൊസിഷനിൽ നിന്നുകൊണ്ട് ബോൾ സോഫ്റ്റായി ടച്ച് ചെയ്യുക, ടോ ഭാഗം ടച്ച് ചെയ്യുക. ആ തുടർച്ചയായി ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ താളാത്മകമായി ചെയ്യുക, തുടർച്ചയായി ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് തുടർച്ചയായി 5 മിനിറ്റ് വീതം വീട്ടിൽ പരിശീലിച്ചാൽ നമുക്ക് ബാലൻസ്, കൺട്രോൾ എന്നിവ ലഭിക്കും. നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് ടോ ടാപ്പ് എങ്ങനെ ഫാസ്റ്റായി ചെയ്യാമെന്നുള്ളതാണ്. അതിനായി ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ബേസിക് സ്റ്റാൻസ് നിൽക്കുക, ടോ കൊണ്ട് ബോൾ ടച്ച് ചെയ്യുക, നേരെ നോക്കുക. അടുത്തത് ടോ ടാപ്പിൻ്റെ പ്രോഗ്രഷനാണ്. ടോ ടാപ്പ് 5 ടൈംസ് ചെയ്യുക. 5 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച കോണിലേക്കോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലേക്കോ ഓടിപ്പോവുക, തിരിച്ചു വരിക, വീണ്ടും 5 ടൈംസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇത് 3 or 4 ടൈംസ് ചെയ്യുക. ചെയ്യുമ്പോൾ സാധാരണ ബാലൻസ് നോക്കണം. ബോളിലേക്ക് മുഴുവൻ സമയവും കോൺസെൻട്രേറ്റ് ചെയ്യാതെ, സ്പീഡിന് പ്രാധാന്യം കൊടുക്കാതെ കൺട്രോളിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ദിവസവും റെഗുലറായിട്ട് ചെയ്താൽ നിങ്ങളുടെ ബാലൻസ്, കോർഡിനേഷൻ, കൺട്രോൾ എല്ലാം ഇമ്പ്രൂവ് ആവും. കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ സോക്കർ കോച്ചിനായി സോക്കർ കോച്ച് പ്രസാദ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.